ഹായ്, എസ് എൽ ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കെല്ലാവർക്കും അറിയാൻ ആഗ്രഹമുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ ഒരു സ്ത്രീ പുരുഷനെ കാണുമ്പോൾ ശ്രദ്ധിക്കുന്ന അല്ലെങ്കിൽ അട്രാക്ഷൻ തോന്നുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും, അതേപോലെ തന്നെ തിരിച്ച് ഒരു പുരുഷൻ സ്ത്രീയെ കാണുന്ന സമയത്ത് ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അവർക്ക് ആ സ്ത്രീയോട് അട്രാക്ഷൻ തോന്നുന്നത് എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടായിരിക്കും എന്നുള്ളത്. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും, പക്ഷേ പലരും പുറത്ത് പറയില്ല അല്ലെങ്കിൽ ചോദിക്കില്ല എന്നുള്ളതാണ്. മറ്റുള്ളവരോട് എങ്ങനെയാണിത് മനസ്സിലാക്കാൻ പറ്റുക, ഇങ്ങനെയുള്ള കാര്യങ്ങളും ചോദിക്കാനായിട്ട് തയ്യാറാവില്ല, ചെറിയൊരു മടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതായത് പുരുഷന്മാർ ഒരു സ്ത്രീയെ കാണുന്ന സമയത്ത് അല്ലെങ്കിൽ അവരുമായിട്ട് പെരുമാറുമ്പോഴും ഒക്കെ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ആ ഒരു പുരുഷനെ സ്ത്രീയിലേക്ക് അട്രാക്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഈ പറയുന്ന ഈ ഒരു സ്വഭാവങ്ങളോ അല്ലെങ്കിൽ പെരുമാറ്റമോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടോ എന്നുള്ളത് നോക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒന്ന് മെച്ചപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നത് നല്ലതാണ്. ഇപ്പം നിങ്ങളെ ഒരാളെ സ്നേഹിക്കുന്നുണ്ട്, സോ അവർ കുറച്ചുകൂടി അട്രാക്റ്റഡ് ആവണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് മെച്ചപ്പെടുത്താനായിട്ട് ട്രൈ ചെയ്യാം. അപ്പോൾ ഇതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ ലുക്സ് തന്നെയാണ്. ഇപ്പോൾ ലുക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, പുരുഷന്മാർ എന്ന് പറയുമ്പോൾ വിഷണറി ടൈപ്പാണ്. അവരുടെ കാഴ്ചയ്ക്കാണ് കൂടുതൽ പ്രാധാന്യമുള്ളതെന്ന് വേണമെങ്കിൽ പറയാം. അതായത് അവർ ആദ്യം ഒരാളെ കാണുന്ന സമയത്ത് അവരുടെ ലുക്കാണ് നോക്കാറുള്ളത്, ആൾ കാണാൻ ഭംഗിയുണ്ടോ, ഇങ്ങനെയുള്ളതൊക്കെ. ഈ ഭംഗി എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും നല്ല കളർ ഉണ്ടായിരിക്കണം, ഇതൊക്കെ. അങ്ങനെയൊന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറയുമ്പോൾ കാണാനായിട്ട് ഒരു നീറ്റ് ഉണ്ടായിരിക്കണം, ഹെയർ ഒക്കെ നന്നായി ചീന്തി നല്ല വൃത്തിയാക്കി, ഡ്രസ്സൊക്കെ നല്ല നീറ്റിലിട്ടിട്ട് അങ്ങനെ ഒരു വൃത്തിയായിട്ടുള്ള ഒരാൾ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഭയങ്കര കളറില്ല എന്നുള്ളത് കൊണ്ട് വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ അത്യാവശ്യം നല്ല രീതിയിലാണ് ഡ്രസ്സ് ചെയ്തിട്ടുള്ളത്, നിങ്ങൾക്ക് ഭംഗിയുള്ള രീതിയിൽ നിങ്ങൾ ഇപ്പം മാലയായാലും കമ്മലായാലും ഒക്കെ നിങ്ങൾക്ക് ഭംഗിയുള്ള രീതിയിൽ നിങ്ങൾക്ക് ചേരുന്ന രീതിയിൽ ഇട്ടിട്ടുണ്ട്, മുടിയൊക്കെ നന്നായി ചീകി വൃത്തിയാക്കി കെട്ടി വെച്ചിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളെ കാണാൻ നല്ല ഭംഗിയുണ്ടാവും. പിന്നെ നമ്മുടെ സ്കിൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ അതിനെ കെയർ ചെയ്യാന്ന് പറയുമ്പോൾ നല്ല ഹെൽത്തി സ്കിന്നാക്കിയിട്ട് തന്നെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുക. അതായത് ആ ഹെൽത്തി സ്കിന്നോട് കൂടിയിട്ട് വേണം നമ്മുടെ ലൈഫ് മുന്നോട്ട് പോകാൻ എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഹെൽത്തി സ്കിൻ എന്ന് പറയുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അങ്ങനെ നല്ല ഹെൽത്തി ആയിട്ടുള്ള നമ്മളെയാണ് ഏതൊരു പുരുഷനും ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ അവർ ഇഷ്ടപ്പെടുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. വേണമെങ്കിൽ എന്നല്ല, അതാണ് യാഥാർത്ഥ്യമായിട്ടുള്ളത്. ഇപ്പൊ ഭംഗി എന്ന് പറയുമ്പോൾ നിങ്ങൾ ആരും ഈ ഭംഗിക്കാണ് വലിയ പ്രാധാന്യമുള്ളതെന്ന് വിചാരിക്കരുത്, അതിനെ കുറ്റപ്പെടുത്താനായിട്ട് ശ്രമിക്കരുത്. ശരിക്കും പുരുഷന്മാർ അങ്ങനെയാണ്, ലുക്സിന് കുറച്ച് പ്രാധാന്യം കൊടുക്കുന്നവരാണ്. അവർ ഏറ്റവും ആദ്യം കാണുന്ന സമയത്ത് തന്നെ അവർ നോക്കുക ആ ഒരു ലുക്കാണ്, ആളെ കാണാൻ എങ്ങനെയുണ്ട് എന്നുള്ളതാണ്. അതിനുശേഷമാണ് അവരുടെ സ്വഭാവം കാര്യങ്ങളൊക്കെ നോക്കാറുള്ളൂ. അപ്പൊ നമ്മൾ പെൺകുട്ടികൾ അല്ലെങ്കിൽ സ്ത്രീകൾ എന്ന് പറയുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളെ കണ്ടു കഴിയുമ്പോൾ നമ്മൾ അവരുടെ ലുക്സിന് വലിയ പ്രാധാന്യം കൊടുക്കില്ല. പ്രാധാന്യം കൊടുക്കുന്നുണ്ടെങ്കിൽ വലിയ രീതിയിൽ അതിന് പ്രാധാന്യം കൊടുക്കില്ല. അവരുടെ പെരുമാറ്റവും അവരുടെ സ്വഭാവവും ഒക്കെയാണ് നമ്മൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാറുള്ളത്. പക്ഷേ പുരുഷന്മാർ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ചിന്തിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളായതുകൊണ്ട് തന്നെ ലുക്സിന് കുറച്ചുകൂടി പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ നോക്കേണ്ടത് നിങ്ങൾ കുറച്ചുകൂടി നല്ല രീതിയിലൊക്കെ നീറ്റായി നല്ല രീതിയിൽ ഡ്രസ്സൊക്കെ ധരിച്ചിരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ചെയ്താൽ മാത്രം മതി, അല്ലാതെ കൂടുതൽ ഭംഗി വേണം എന്നുള്ളത് ഞാൻ പറയുന്നില്ല, ഞാനത് ഒന്നുകൂടി എടുത്ത് പറയുകയാണ്. ഇനി രണ്ടാമതൊരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ എത്രത്തോളം ജെന്യുവൻ ആണ് എന്നുള്ളത് ഇവർ നോക്കാറുണ്ട്. ഇപ്പോൾ നിങ്ങൾ മറ്റുള്ളവരോട് സംസാരിക്കുന്നത് എങ്ങനെയാണ്, എങ്ങനെ പെരുമാറുന്നു, അപ്പോൾ എത്രത്തോളം സത്യസന്ധരാണ്, നിങ്ങൾ കള്ളങ്ങളൊക്കെ പറയുന്ന ആളുകളാണോ, നല്ല മറ്റുള്ളവരെയൊക്കെ നല്ല രീതിയിൽ ബഹുമാനിച്ചുകൊണ്ടാണോ സംസാരിക്കുന്നത്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവർ നോക്കുന്നുള്ളതാണ്. അഭിനയിക്കുകയാണോ എന്നുള്ളതൊക്കെ അവർ നോക്കാറുണ്ട്. അതായത് അഭിനയിക്കാന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരെ കാണുന്ന സമയത്ത് നമ്മുടെ മുഖത്തൊരു കള്ളച്ചിരിയൊക്കെ വരും. കള്ളച്ചിരി എന്ന് പറയുന്നത് നമ്മൾ അഭിനയിച്ചുകൊണ്ടുള്ള ഒരു ചിരിയൊക്കെ വരും, വെറുതെ ഇങ്ങനെ ഒരു ചിരി കാണിക്കുക എന്നുള്ള രീതിയിൽ. അതേപോലെ മറ്റുള്ളവരെ നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പല കാര്യങ്ങളും അഭിനയിക്കുന്നവരുണ്ട്. ഇതൊക്കെ നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ചില ആളുകൾ നല്ല പഠിച്ച് അഭിനയിക്കുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അല്ലാത്ത ആളുകളൊക്കെ ഇങ്ങനെ അഭിനയിക്കുന്ന സമയത്ത് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അതേപോലെ തന്നെയാണ് ഇപ്പോൾ പെൺകുട്ടികളുടെ കാര്യത്തിലാണെങ്കിലും അവർ മറ്റുള്ളവരോട് പെരുമാറുന്നത് എങ്ങനെയാണ്, ആക്ട് ചെയ്യുകയാണോ, അവരെ കുറച്ചുകൂടി ഇപ്പം നിങ്ങളെ ഇഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ടൊക്കെ അട്രാക്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ അഭിനയിക്കുകയാണോ എന്നുള്ളതൊക്കെ ഇവർ ശ്രദ്ധിക്കും എന്നുള്ളതാണ്. ജെന്യുവൻ ആയിട്ടുള്ള പെൺകുട്ടികളെയാണ് എല്ലാ പുരുഷന്മാരും ഇഷ്ടപ്പെടുന്നത്. ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് അക്സെപ്റ്റൻസ് ആണ്. അതായത് ഇപ്പം നിങ്ങൾ അവരോട് സംസാരിക്കുന്ന സമയത്ത് അവർ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾ കൃത്യമായി കേട്ടിരിക്കുന്നുണ്ടോ, അവർക്ക് വാല്യൂ കൊടുക്കുന്നുണ്ടോ, ബഹുമാനിക്കുന്നുണ്ടോ, നിങ്ങൾ അവരെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ, അതേപോലെ തന്നെ നല്ല ശ്രദ്ധയോട് കൂടിയിട്ടിരിക്കുക, ഇൻട്രസ്റ്റ് കാണിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടോ എന്നുള്ളത് അവർ ചെക്ക് ചെയ്യാറുണ്ട്. ഇതൊക്കെ ഉണ്ടാകണം എന്നുള്ളത് അവർ ആഗ്രഹിക്കാറും കൂടി ഉണ്ട് എന്നുള്ളതാണ്. അതായത് ഇപ്പം അവർ നിങ്ങളോട് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ കേട്ടിരിക്കാൻ നിങ്ങൾ തയ്യാറാവണം, അല്ലെങ്കിൽ അതിന് ഇൻട്രസ്റ്റ് കാണിക്കണം. സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കേൾക്കാൻ ഒരുപാട് താല്പര്യമുണ്ട് എന്നുള്ള രീതിയിൽ വേണം നിങ്ങൾ പെരുമാറാനായിട്ട്, അവരോട് അങ്ങോട്ട് സംസാരിക്കാനായിട്ട് ചെല്ലാം. അപ്പോൾ ഇത്തരത്തിൽ അവരോട് ഒരുപാട് ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുള്ള രീതിയിൽ നിങ്ങൾ പെരുമാറാനായിട്ട് ശ്രമിക്കുക. അങ്ങനെയാണ് അവർ ആഗ്രഹിക്കുന്നുണ്ടാവുക എന്നുള്ളതാണ്. അവരെ ആയിട്ട് തന്നെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക, ഒരുപാട് വാല്യൂ കൊടുക്കുക.
എപ്പോഴും ഒരു ബഹുമാനത്തോട് കൂടി തന്നെ അവരോട് പെരുമാറാനായിട്ട് ശ്രമിക്കാം. ഇതും അവർ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഇങ്ങനെയുള്ള സ്ത്രീകളോടാണ് എപ്പോഴും അവർക്ക് കൂടുതൽ ഇഷ്ടം തോന്നാറുള്ളത്. നാലാമത്തെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ കുറച്ച് ഫൺ ആയിട്ടുള്ള ആളാണോ എന്നുള്ളത് അവർ നോക്കാറുണ്ട്. ഫണ്ണായിരിക്കുന്നത് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഫണ്ണാവുക, അങ്ങനെ ഭയങ്കര അത്യാവശ്യം നല്ല രീതിയിൽ തമാശകളൊക്കെ പറയാം. എപ്പോഴും സീരിയസ് ആയിട്ട് ഇരിക്കുന്ന ഒരാളാണെങ്കിൽ അതൊന്നും മാറ്റട്ടോ. സീരിയസ് ആയിരിക്കുന്നത് വലിയ രസമൊന്നും ഉണ്ടാവില്ല. നമുക്ക് മാത്രമല്ല, നമുക്ക് നമ്മുടെ ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റില്ല എന്ന് മാത്രമല്ല, കണ്ടിരിക്കുന്നവർക്ക് പോലും അത് ഭയങ്കര ബോറിംഗ് ആയിട്ട് തോന്നും. അതുകൊണ്ട് എപ്പോഴും സീരിയസ് ആയിട്ട് ഇരിക്കേണ്ട. ചിലർ ജീവിതത്തിൽ അനുഭവിച്ച കുറേ കാര്യങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ജീവിതം അങ്ങനെ മാറിയത് കൊണ്ട് സീരിയസ് ആയിട്ട് വന്ന ആളുകളുണ്ട്. മീൻസ് സീരിയസ് ആയി മാറിയവരുണ്ട് ജീവിത സാഹചര്യങ്ങൾ കൊണ്ട്. അങ്ങനെയുള്ളവരല്ല ഞാൻ പറയുന്നത്. അങ്ങനെയുള്ളവർ സാഹചര്യങ്ങൾ കൊണ്ട് അങ്ങനെ ആയതാണെന്ന് നമുക്ക് പറയാം. അല്ലാതിരിക്കുന്നവരുണ്ട്. അല്ലാത്തവർ ചിലരുടെ വിചാരം എന്ന് പറയുന്നത് സീരിയസ് ആയിട്ടിരിക്കുക, എപ്പോഴും ഭയങ്കര ബോൾഡായിട്ട് സീരിയസ് ആയി ഇരിക്കുന്നതാണ് എല്ലാവർക്കും ഇഷ്ടം ഉണ്ടാവുക എന്നുള്ളത്. അങ്ങനെയൊന്നല്ല ഒരിക്കലും. ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെയൊന്നും അല്ല ആളുകൾ ഇഷ്ടപ്പെട്ടുണ്ടാവുക. എപ്പോഴും കുറച്ചൊക്കെ ഫണ്ണായിരിക്കുന്ന, അത്യാവശ്യം നല്ല രീതിയിൽ തമാശകൾ പറയുന്ന, കുറച്ച് ഓപ്പൺ ആയിട്ടുള്ളവരെയാണ് എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുക. അതുകൊണ്ട് അങ്ങനെയായിട്ട് മാറാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ അത്യാവശ്യമൊക്കെ അവരോട് സംസാരിക്കുമ്പോൾ കുറച്ചൊക്കെ തമാശകൾ പറയുന്നത് ഇഷ്ടമാണ്. ഒരുമിച്ച് ഓരോ ആക്ടിവിറ്റീസ് ചെയ്യുന്നത് ഇഷ്ടമാണ്. എപ്പോഴും പോസിറ്റീവായിട്ട് നിങ്ങൾ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്കത് ഭയങ്കര ഇഷ്ടമാവും. പോസിറ്റീവായിട്ട് ഇരിക്കാൻ പറയുമ്പോൾ നിങ്ങൾക്ക് തന്നെ ചിന്തിച്ചാൽ മതി. നിങ്ങൾ അവരടുത്തേക്ക് വരുമ്പോൾ നിങ്ങൾ ഭയങ്കര പോസിറ്റീവാണ്. സോ ഭയങ്കര നല്ല രീതിയിൽ സംസാരിക്കുകയാണ്, വൈബാണ് നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ എന്നുണ്ടെങ്കിൽ പിന്നീട് അവർക്ക് വീണ്ടും വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് വരാൻ തോന്നും. നിങ്ങളുടെ ഇത് പോയി കഴിഞ്ഞാൽ അവർ വിചാരിക്കുമ്പോൾ അവളുടെ കൂടെ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ ഞാൻ അവരുടെ ഒപ്പം ആയിരിക്കുമ്പോൾ എന്ത് രസമായിരുന്നു, ഭയങ്കര ഹാപ്പി ആയിരുന്നു, അപ്പോൾ എനിക്ക് വീണ്ടും ആളുടെ അടുത്തേക്ക് ഒന്ന് പോകണം എന്നുണ്ട്, അല്ലെങ്കിൽ പോയി കുറച്ചേരം സംസാരിക്കണം എന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ അവർ ഫോൺ വിളിച്ച് സംസാരിക്കും. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങളോട് സംസാരിക്കാൻ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ട് അവർക്ക് ആഗ്രഹം തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പെരുമാറ്റത്തിൽ വരുന്ന മാറ്റങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചേ പറ്റും. അപ്പോൾ എപ്പോഴും ഭയങ്കര പോസിറ്റീവായിട്ടിരിക്കുക, അതേപോലെ അവരെ അപ്രിഷിയേറ്റ് ചെയ്യാം. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇടയ്ക്കൊക്കെ ജസ്റ്റ് പുറത്തേക്കൊക്കെ ഒന്ന് പോവുക, ട്രിപ്പ് പോകാനായിട്ടൊക്കെ തയ്യാറാവുക. അങ്ങനെ പോകുന്ന സമയത്തൊക്കെ നല്ല നല്ല മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അവർക്കത് ഭയങ്കര സന്തോഷമാവുന്നത് മാത്രമല്ല, ഇതൊക്കെ അവർ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം കൂടിയാണ്. ഇങ്ങനെയൊക്കെ ആണോ ആ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ അവർ സ്നേഹിക്കുന്ന ആ ഒരാൾ ഇങ്ങനെയൊക്കെ ആണോ എന്നുള്ളത് അവർ നോക്കാറുണ്ട്. അത് അവർ നോട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ വിജയിച്ചു കഴിഞ്ഞു. നിങ്ങൾക്ക് ഈ പറയുന്ന സ്വഭാവമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അവർ ചെയ്യുന്ന ആ ഒരു ടെസ്റ്റിൽ വിജയിച്ചു കഴിഞ്ഞു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ കുറച്ച് ഫണ്ണായിരിക്കുന്ന പെൺകുട്ടികളെയാണ് എപ്പോഴും പുരുഷന്മാർ ഇഷ്ടപ്പെടാറുള്ളത്. ഇനി ലാസ്റ്റത്തെ ഒരു പോയിന്റ് എന്ന് പറയുകയാണെങ്കിൽ ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഉള്ളിലുണ്ടായിരിക്കുക എന്ന് പറയുമ്പോൾ മനസ്സിൽ വെക്കുക എന്നുള്ളതല്ല, അതിനുവേണ്ടി പ്രവർത്തിക്കാനായിട്ട് തയ്യാറാവുക എന്നുകൂടിയാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ആഗ്രഹമുള്ള ജോലിയൊക്കെ നേടണം എന്നുണ്ടെങ്കിൽ ആ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കഠിനമായി പ്രയത്നിക്കുന്നത് നല്ലതാണ്. അതേപോലെ തന്നെ സ്വന്തം കാലിൽ നിൽക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ഉറപ്പായിട്ടും അവരുടെ മനസ്സിൽ വരുന്നത് ഇവൾക്ക് ലൈഫുമായിട്ട് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹമുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നേടണം എന്ന് ആഗ്രഹമുണ്ട്, ഇതൊക്കെ നമ്മളോടുള്ള ബഹുമാനമായിട്ട് മാറുകയാണ് ചെയ്യുക. അപ്പൊ അതാണ് നമുക്ക് വേണ്ടത്. അത്തരത്തിലൊരു മൈൻഡ് സെറ്റ്, പോസിറ്റീവായിട്ടുള്ള ഗ്രോത്ത് മൈൻഡ് സെറ്റ് നിങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ബിസിനസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ബിസിനസ് തുടങ്ങാൻ എന്തൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ ബിസിനസ് ഒരുപാട് മുകളിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിന് വേണ്ടിയിട്ടൊക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാമെന്നുള്ളതാണ്. ഇങ്ങനെ ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് നിങ്ങളിൽ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ അത് വളരെ നല്ല കാര്യമാണ്. അത് അവരൊരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. എപ്പോഴും പുരുഷന്മാർ ആഗ്രഹിക്കുക അവരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന പെൺകുട്ടികളെ അല്ല, പകരം സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയുന്ന പെൺകുട്ടികളെയാണ്. അവരൊരുപാട് ഡിപ്പെൻഡ് ചെയ്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മളോടുള്ള വില കുറയും എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. അപ്പോൾ അവർ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അവർ ഇഷ്ടപ്പെടുന്ന ആളുകൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ അവരുടെ കയ്യിൽ ക്യാഷ് ഇല്ല, അല്ലെങ്കിൽ അവർക്ക് ജോബ് ഇല്ലെങ്കിൽ കൂടി അവർക്ക് കൂടി ഹെൽപ്പ് ചെയ്യാനായിട്ട് നമുക്ക് കഴിയണം എന്നുള്ളതാണ്. അതായത് അവർക്ക് ധൈര്യമായിട്ട് ഇരിക്കാൻ കഴിയണം. എനിക്കിപ്പോൾ ഒരു 2 ദിവസം ജോബിന് പോകാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, അവൾ അവിടെ സെറ്റാണ്. അതായത് അവൾ ജോബിന് പോകുന്നുണ്ടെങ്കിൽ അവളുടെ കയ്യിൽ ക്യാഷ് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ ക്യാഷ് ഇല്ലായ്മയുടെ ഒരു പ്രശ്നം വരില്ല എന്നുള്ളത് ധൈര്യമായിട്ട് അവർക്ക് പറയാൻ കഴിയണം എന്നുള്ളതാണ്. അങ്ങനെ കഴിയണമെന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് വലിയ രീതിയിൽ സാലറി ഉള്ള ജോബ് വേണമെന്നൊന്നുമല്ല, പക്ഷേ ചെറിയ ചെറിയ രീതിയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയുന്ന, അങ്ങനെ അതിനുവേണ്ടി പ്രയത്നിക്കുന്ന ഒരാളായിട്ട് നിങ്ങൾ മാറണം എന്നുള്ളതാണ്. ഈ ഒരു കാര്യം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. നമുക്ക് ഇന്നത്തെ ജനറേഷനിൽ സ്വന്തം കാലിൽ നിൽക്കുന്ന ആളുകൾക്കാണ് എപ്പോഴും വിലയുള്ളത് അങ്ങനെയുള്ള ആളുകൾക്കാണ്. അപ്പം അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുക, അതിനുവേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളോടുള്ള ഒരു ഇഷ്ടവും വാല്യൂ ഒക്കെ കൂടി വരും, നിങ്ങളോടുള്ള ബഹുമാനം കൂടും. അങ്ങനെ ആകുമ്പോൾ നിങ്ങളോടുള്ള സ്നേഹം കൂടും. അപ്പോൾ അവർ ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടി എന്ന് പറയുന്നത് ഇത്തരത്തിൽ സ്വന്തം കാലിൽ നിൽക്കുന്ന ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ള ഒരു പെൺകുട്ടി ആയിരിക്കും. ഇങ്ങനെയുള്ളവരോടാണ് പ്രത്യേകിച്ച് പുരുഷന്മാർക്ക് ഒരു അട്രാക്ഷൻ തോന്നാറുള്ളത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് സാധാരണ പുരുഷന്മാർ സ്ത്രീകളിൽ നോക്കാറുള്ള, ശ്രദ്ധിക്കാറുള്ള, ഉണ്ടോ എന്നൊക്കെ നോക്കാറുള്ള കാര്യങ്ങൾ. അതേപോലെ തന്നെ അവർ
ആഗ്രഹിക്കുന്ന കാര്യങ്ങളും ഈ പറഞ്ഞൊക്കെയാണ്. ഇത് മാത്രമേ ഉള്ളൂ എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഇതെല്ലാം വേറെ കുറേ ഉണ്ട്. ഞാൻ കുറേ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോസൊക്കെ നിർത്തി നോക്കാം. അപ്പോൾ അതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ മുഴുവനായിട്ട് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാവും. എങ്കിലും ഈ ഒരു വീഡിയോയിൽ ഞാൻ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങളൊന്ന് പ്രാവർത്തികമാക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഈ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇല്ലാത്തത് ഉണ്ട് എന്നുണ്ടെങ്കിൽ, മീൻസ് നിങ്ങൾക്ക് കുറവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ നികത്താനായിട്ട് ശ്രമിക്കുക. കുറവും കുറ്റങ്ങളും എല്ലാ ആളുകൾക്കും ഉണ്ടാവും. അതും ഞാൻ ഒന്നുകൂടി പറയുന്നു, എല്ലാ ആളുകൾക്കും ഈ കുറവും കുറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മുഴുവനായിട്ട് മാറ്റുക എന്നുള്ളതല്ല, എങ്കിലും നമുക്ക് എൻ്റെ ഒരു സ്വഭാവത്തിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മാറ്റിയാൽ നല്ലതാണ് എന്ന് തോന്നുന്ന കാര്യങ്ങളൊന്ന് മാറ്റാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പം നമുക്ക് എപ്പോഴും ഒരു ലൈഫ് മാത്രമല്ലേ ഉള്ളൂ. ആ ഒരു ലൈഫിൽ നമുക്ക് വേണ്ടത് നമ്മൾ ആഗ്രഹിച്ച ആളുമായിട്ട് ജീവിക്കാം, നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ നല്ല ഹാപ്പി ആയിട്ട് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതൊക്കെ അല്ലേ. അങ്ങനെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്വഭാവത്തിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തുന്നത് നല്ലതാണ്. അങ്ങനെയാണെങ്കിൽ മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് നിങ്ങൾ തയ്യാറാവുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ പറഞ്ഞൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന ആളുകൾ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. കാരണം നിങ്ങൾക്ക് നമ്മളിപ്പോൾ വേറെ വീഡിയോസ് കിട്ടി കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ അടുത്ത വീഡിയോ എടുത്ത് കാണാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുന്നത് കുറച്ചുകൂടി നല്ലതെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്